ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു തയ്യൽ മെഷീൻ, സൂയിങ് മെഷീൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഒരുപാട് നാളായി ഞാൻ ഇതുപോലൊരു ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്കത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. നല്ലൊരു പാക്കേജിങ്ങിലാണത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അൺബോക്സ് ചെയ്തപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. നല്ല ഒരു പാക്കേജിങ്ങിൽ അത് വന്നിട്ടുണ്ട്. അകത്തൊരു കാറ്റലോഗൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ പുറത്തായിട്ടാണ് അതിൻ്റെ മോട്ടർ അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എടുത്തു. അതിന് ശേഷം നമ്മൾ പതുക്കെ തയ്യൽ മെഷീൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ ട്യൂട്ടോറിയലൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ടേബിൾ ടോപ്പ് യൂസ് ചെയ്തിട്ടില്ല. കടയിൽ നിന്ന് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്താണ് ഇതിരിക്കുന്നത്. നമ്മൾ സാധാ മെഷീൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് ഇതിനകത്താണ് അതൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ ഓരോ സെലക്ടറും അതുപോലെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യവും സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇതുവരെ ടേബിൾ ടോപ്പ് മെഷീൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ കുറച്ച് ട്യൂട്ടോറിയൽ കണ്ടിട്ട് വേണം എനിക്കിത് ശരിക്കൊന്ന് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ബട്ടൺ വരുന്നത് നമുക്ക് ബാക്കിലേക്ക് ലോക്ക് ചെയ്തടിക്കാനുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ത്രെഡ് കൊടുക്കുന്നത്. ത്രെഡ് കൊടുത്ത് ഇതെല്ലാം ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് പൊക്കി എല്ലാം നോക്കുകയാണ്. അവർ കടയിൽ നിന്ന് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഇനി വേണം ട്യൂട്ടോറിയലൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കാനും ഒന്ന് കൃത്യമായിട്ട് ചെയ്യാനും. സൈഡിലൊരു സ്വിച്ച് വരുന്നുണ്ട്. ആ സ്വിച്ചിലാണ് നമ്മൾ ഓണും ഓഫും ചെയ്യുന്നത് മെഷീൻ. നമ്മളൊന്ന് ഫസ്റ്റ് ടൈം ത്രെഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് വന്നപ്പോൾ തന്നെ ആ ഒരു രീതിയിൽ അവർ പറഞ്ഞു തന്നതുപോലെ തന്നെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയതാണ്. അടിയിൽ വന്നപ്പോൾ എനിക്ക് നല്ല കൺഫ്യൂഷൻ വന്നു, ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു യൂട്യൂബിലെ വീഡിയോ നോക്കി അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ത്രെഡ് ചെയ്ത് നോക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ത്രെഡ് ചെയ്തു. അടിയിൽ ബോബിൻ നമ്മൾ ഷോപ്പിൽ വെച്ച് തന്നെ അവർ നമുക്ക് ബോബിൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ബോബിനിൽ ത്രെഡ് ഫില്ല് ചെയ്ത് നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് എടുത്ത് വെക്കേണ്ടി വന്നില്ല. അതിനുശേഷം അത് വെച്ചിട്ട് ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. മെഷീൻ ഞാൻ കണക്ട് ചെയ്ത് പ്ലഗിൽ കുത്താൻ നേരത്താണ് ശ്രദ്ധിച്ചത്. എനിക്ക് അവിടെ എൻ്റെ പ്ലഗിൽ കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 3 ഫേസ് കണക്ടർ ഉണ്ടായിരുന്നു. അത് എടുത്തിട്ട് വന്ന് അതിൽ കുത്തിയപ്പോഴാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ലൈറ്റ് കത്താതെ വന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നത് എന്താണെന്ന്. അപ്പോൾ അവിടെ പ്ലഗ് പോയിൻ്റ് കറക്റ്റായിട്ട് അതിലായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ സ്വിച്ചൊക്കെ ഓൺ ചെയ്തതിന് ശേഷം അത് ലൈറ്റ് കത്തിയപ്പോൾ എനിക്ക് അടിക്കാൻ പറ്റി, സ്റ്റിച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു പഴയ ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ടായത് എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്ക് മറ്റേ മെഷീൻ യൂസ് ചെയ്യുന്നത് പോലെ അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ നമ്മൾ ആ ഒരു ഇത് പൊക്കുന്ന ആ ഒരു സ്ഥലവും അതൊന്നും എനിക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ബോബിനിൽ ത്രെഡ് ചെയ്യുന്നിടത്തേക്കാണ് ഞാനത് വലിച്ചു വെച്ചത്. അത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അത് ഞാൻ മോട്ടർ ടച്ച് ചെയ്തപ്പോൾ അത് അനങ്ങാതെ കണ്ടപ്പോൾ പിന്നെയും ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അതുപോലെ പലതരം സ്റ്റിച്ചിങ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്ത് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി. ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വന്നു. അപ്പോൾ ഇനി കുറച്ച് ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടിട്ട് പുതിയ സ്റ്റിച്ചിങ് വീഡിയോസ് നിങ്ങളുടെ ഇതിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്ലോത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ജസ്റ്റ് ഒരു റഫ് ക്ലോത്തിൽ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം, ഒരു വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതങ്ങനെ ശരിയായി കിട്ടി. അപ്പോൾ തുടർന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള ചെറിയ വീഡിയോസ് ഉണ്ടായിരിക്കും. എനിക്ക് കറക്റ്റായിട്ട് നല്ലൊരു പ്രൊഫഷണൽ സ്റ്റിച്ചിങ് ഒന്നും എനിക്കറിയില്ല. ഞാൻ പഠിച്ചത് വെച്ചിട്ട് ചെറിയ രീതിയിൽ ചെയ്യുന്നതാണ്.